ഇപ്പോൾ സഞ്ജയ് സിംഗ് AAP-യുടെ സഞ്ജയ് സിംഗ് അരവിന്ദ് കെജ്രിവാളിന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ചില ചർച്ചകൾ നടക്കും അവിടെ. എന്താണ് ജനവിധി എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു കൂടിയാലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അരവിന്ദ് കെജ്രിവാൾ മാധ്യമങ്ങളെ കാണാൻ ശരിയാണ്. അരവിന്ദ് കെജ്രിവാളിന്റെ വീട്ടിലേക്ക് നേതാക്കൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അരവിന്ദ് കെജ്രിവാൾ എന്തായാലും മാധ്യമങ്ങളെ കാണും ഉടൻ തന്നെ എന്ന കാര്യം ഉറപ്പാണ്. എന്താണ് ഈ ജനവിധി നൽകുന്ന സൂചന? ജനവിധി കൃത്യമായിട്ടും ആം ആദ്മി പാർട്ടിക്ക് എതിരായി കഴിഞ്ഞോ? തോൽവി സമ്മതിക്കുവാനുള്ള ഒരു സമയമായോ? ഇക്കാര്യമായിരിക്കും ചർച്ചാ വിഷയമായി വരുന്നത്. എന്തായാലും BJP-യുടെ പ്രമുഖ നേതാക്കൾ ഇപ്പോൾ ലീഡ് ചെയ്യുന്ന ബിദൂരി ഉൾപ്പെടെയുള്ള നേതാക്കൾ പറഞ്ഞത് BJP സർക്കാർ നേതാക്കൾ പ്രകടിപ്പിക്കുന്നുണ്ട്. പല നേതാക്കളും പ്രതികരണവുമായി ഈ ഘട്ടത്തിൽ രംഗത്ത് വന്നിട്ടുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സൂചന തന്നെയാണ്. കാരണം അവർക്കൊരു വ്യക്തമായ ആധിപത്യം ഇപ്പോഴുണ്ട്. ഇപ്പോൾ ഏതായാലും സീറ്റ് കുറയുകയാണ്. ആം ആദ്മി പാർട്ടിക്ക് 27 എന്ന നിലയിലേക്ക് ആം ആദ്മി പാർട്ടി ചുരുങ്ങുന്നു. BJP 43. നേരത്തെ ലീഡിലുണ്ടായിരുന്ന ചില നേതാക്കളെങ്കിലും ആം ആദ്മി പാർട്ടിയുടെ മാളവ്യനഗർ മണ്ഡലം സോംനാഥ് ഭാരതി ലീഡിലായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം പിന്നിലാണ്. മുൻ അധ്യക്ഷനാണ് സതീഷ് ഉപാധ്യായ BJP-യുടെ. അദ്ദേഹം ലീഡിലേക്ക് വന്നിരിക്കുന്നു. അങ്ങനെ ചില പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ ആം ആദ്മി പാർട്ടിയുടെ പുറകിൽ പോകുന്നതായി ഇപ്പോഴും കാണാം. ഏതായാലും സീറ്റ് നില കുറയുകയാണ് ആം ആദ്മി പാർട്ടിക്ക്. ഈ ഘട്ടത്തിൽ 27 ചുരുങ്ങുന്നു. 31 വരെ ആം ആദ്മി പാർട്ടി വന്നതാണ്. അപ്പോൾ 27 ആകുമ്പോൾ BJP 43, കോൺഗ്രസിന് ഒറ്റ സീറ്റും നിലവിൽ. സോംനാഥ് ഭാരതി ഇപ്പോൾ പിന്നിലാണ്. അതേപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് കിട്ടിയ വോട്ട് ഷെയറിന്റെ ഏതാണ്ട് അടുത്തേക്ക് വരികയാണ് അല്ലെ. 50% മുകളിലായിരുന്നില്ലേ? 50% മുകളിലായിരുന്നു. 48%. പിന്നെ ആം ആദ്മി പാർട്ടിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് ഷെയർ കണക്കാക്കേണ്ടതില്ല. കാരണം അത് കോൺഗ്രസിന്റെ കൂടി ഷെയർ അതിനകത്ത് വരുമല്ലോ. എന്തായാലും 42% എന്ന് പറയുന്നത് സമീപകാലത്ത് ആം ആദ്മി പാർട്ടി രൂപീകരിച്ചതിന് ശേഷം കിട്ടിയതിൽ ഏറ്റവും കുറവ് വോട്ട് ഷെയറിലേക്ക് വരില്ല. അത് 2013-15 ഏതായാലും 54% ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ 52% മുകളിലുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ കുറവാണ്. ആം ആദ്മി പാർട്ടിക്ക് വലിയ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. അതിൽ ബദൂരി പറഞ്ഞത് പാവങ്ങളെ അവഗണിച്ചു എന്നുള്ളതാണ്. പക്ഷെ പാവങ്ങളെ അവഗണിച്ചു എന്നുള്ളത് ഒരു ആം ആദ്മി പാർട്ടിയുടെ ഒരു തോൽവി എന്ന രീതിയിൽ പറയാൻ പറ്റില്ല. കാരണം പാവങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകിയ ഒരു സർക്കാരായിരുന്നു. അവരുടെ ബലവും ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ തന്ത്രങ്ങൾ പരാജയപ്പെട്ടു. അതുപോലെ തന്നെ മദ്യനയം പോലെയുള്ള ആരോപണങ്ങൾ അത് ആം ആദ്മി പാർട്ടിയുടെ തിരിച്ചടിക്ക് കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ വാഗ്ദാനങ്ങളും ഇലക്ഷൻ യഥാർത്ഥത്തിൽ വിശദീകരിക്കുന്ന ആം ആദ്മി പാർട്ടി പരാജയപ്പെട്ടു എന്ന് വേണമെങ്കിൽ. അത് മാത്രമല്ല കോൺഗ്രസിന്റെ ഒരു പിന്തുണ മദ്യനയം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുണ്ടായിരുന്നു. മദ്യനയത്തിലെ അഴിമതി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സംശയത്തോടു കൂടി തന്നെയാണ് കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സഖ്യത്തെ ജനങ്ങൾ കണ്ടത്. അപ്പോൾ അതിനകത്തുള്ള ഒരു വിശ്വാസ്യത ഒരു പ്രശ്നമായി മാറുകയും ചെയ്തു. അത് മാത്രമല്ല കോൺഗ്രസ് വോട്ട് കട്ടറായി നിന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കോൺഗ്രസിന്റെ വോട്ട് ഷെയർ കൂടി നോക്കേണ്ടിയിരിക്കുന്നു എത്രയാണ് എന്ന്. എന്തായാലും കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് ഷെയർ കോൺഗ്രസിന് വളരെ മോശം പ്രകടനമാണ്. അതിൽ നിന്ന് മെച്ചപ്പെടാനുള്ള സാധ്യത കോൺഗ്രസിന്റെ ആം ആദ്മി പാർട്ടിയുടെ വോട്ട് ഷെയർ കുറയുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ വോട്ട് ഷെയർ അവിടെ കൂടുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. എല്ലായിടങ്ങളിലും 3-ം സ്ഥാനത്താണ്. ചുരുക്കം ചില മണ്ഡലങ്ങളിൽ മാത്രം, ഇപ്പോൾ ബാദ്ലി പോലെയുള്ള ചില മണ്ഡലങ്ങളിൽ മാത്രമാണ് കോൺഗ്രസിന് 2-ം സ്ഥാനത്തേക്കെങ്കിലും എത്തുവാൻ കഴിഞ്ഞിട്ടുള്ളത്. ബാക്കി എല്ലായിടത്തും 3-ം സ്ഥാനത്ത്. നിലവിൽ കോൺഗ്രസിന്റെ വോട്ട് ശതമാനം 7%. കോൺഗ്രസിന് നേട്ടമാണത് അല്ലെ. 3% വോട്ടിന്റെങ്കിലും വർധനവ് കോൺഗ്രസിന് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. വലിയ നേട്ടമല്ലെങ്കിൽ പോലും കോൺഗ്രസിന് പറഞ്ഞു നിൽക്കാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. പഴയ പ്രതാപത്തിലേക്ക് കോൺഗ്രസിന് എത്താൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അതിന് അടുത്തെത്താൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നതേ ഉള്ളൂ. പക്ഷെ കോൺഗ്രസിന് ഡൽഹിയിൽ നിന്ന് പൂർണ്ണമായിട്ടും അപ്രത്യക്ഷമായിട്ടില്ല എന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ പറ്റിയ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് 7%. പക്ഷെ അത് മാത്രമല്ല ഇതിൽ തന്നെ എത്ര സീറ്റുകളുടെ ലീഡ് ഈ BJP ലീഡ് ചെയ്യുന്ന സീറ്റുകളിൽ എത്രയാണ് ലീഡ് വ്യത്യാസം എത്രയാണെന്ന് കൂടി ചോദ്യം കൂടി ഉണ്ടല്ലോ. അപ്പൊ അതിനകത്ത് കോൺഗ്രസിന് എത്ര സീറ്റ് കിട്ടിയെന്ന് കൂടി നിർണായകമാകും. ഒരുപക്ഷെ കോൺഗ്രസ് പിടിച്ച വോട്ടുകളായിരിക്കാം ഈ തരത്തിൽ BJP 43 എത്തിക്കുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെയാക്കി. അവിടെയാണ് ആം ആദ്മി പാർട്ടിയുടെ ഒരു പരാജയത്തിന് കോൺഗ്രസിന്റെ വോട്ട് ഷെയർ കാരണമായി വന്നിരിക്കുന്നത്. അതൊരു ആരോപണമായിട്ട് സ്വാഭാവികമായിട്ടും ആം ആദ്മി പാർട്ടിക്ക് ഉന്നയിക്കാം. അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിൽ പോലും ഇത് വലിയ ഒരു ചർച്ചയാകും. അതുപോലെ തന്നെ ഇന്ത്യ സഖ്യം ഒന്നടങ്കം ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്കൊപ്പമായിരുന്നു. അഖിലേഷ് യാദവ് ആം ആദ്മി പാർട്ടിക്കൊപ്പമായിരുന്നു. അദ്ദേഹം പ്രചാരണം നടത്തി. മമതാ ബാനർജി ഒപ്പമായിരുന്നു. NCP ശരത് പവാർ വിഭാഗം ഒപ്പമായിരുന്നു. ശിവസേന ഉദ്ധവ് വിഭാഗം ഒപ്പമായിരുന്നു. അപ്പോൾ ഇന്ത്യ ബ്ലോക്കിലെ എല്ലാ ആളുകളും ആം ആദ്മി പാർട്ടിക്കൊപ്പം നിന്നു. അപ്പോൾ സ്വാഭാവികമായി അവിടെ കോൺഗ്രസ് കാരണം എത്രയെങ്കിലും സീറ്റ് പോയിട്ടുണ്ടെങ്കിൽ അത്തരമൊരു വാദം ആം ആദ്മി പാർട്ടി ഉന്നയിച്ചാൽ കോൺഗ്രസ് ഇന്ത്യ ബ്ലോക്കിൽ കൂടുതൽ ഒറ്റപ്പെടാനുള്ള സാധ്യത പ്രശ്നങ്ങൾക്ക് കോൺഗ്രസിനെ ചതിയന്മാർ എന്ന് പോലും വിശേഷിപ്പിക്കുവാൻ ആം ആദ്മി പാർട്ടിയുടെ നേതാക്കൾ അല്ലെ തയ്യാറായി എന്നുള്ളതാണ്. അത് കോൺഗ്രസിന് ഇപ്പോൾ വോട്ട് ഷെയർ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ആം ആദ്മി പാർട്ടിയുടെ പരാജയത്തിലേക്ക് കോൺഗ്രസിന്റെ വോട്ട് ഷെയർ കാരണമായിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങൾ വരാം. അവിടെ BJP-യെ അധികാരത്തിലെത്തിക്കാൻ കോൺഗ്രസ് സഹായിച്ചു എന്നുള്ള ആരോപണത്തിന് സ്വാഭാവികമായിട്ടും മറുപടി നൽകേണ്ടി വരുന്നത് രാഹുൽ
രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളാണ്. അങ്ങനെ 43-ലേക്ക് BJP-യുടെ ലീഡ് നില വീണ്ടും കൂടിയിരിക്കുകയാണ്. 27-ലേക്ക് ആം ആദ്മി പാർട്ടിയുടെ ലീഡ് നില കുറഞ്ഞിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലത്തെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഒടുവിലത്തെ റൗണ്ട് വരുമ്പോൾ അപ്ഡേറ്റ് അനുസരിച്ച് ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പുതിയ വിവരമനുസരിച്ച് ന്യൂഡൽഹി മണ്ഡലത്തിൽ ഇപ്പോഴും അരവിന്ദ് കെജ്രിവാളിന്റെ ലീഡ് തുടരുന്നു എന്നാണ് അല്ലെ? കേജ്രിവാൾ നേരിയ ഭൂരിപക്ഷം മാത്രമാണ് അദ്ദേഹത്തിനുള്ളത്. 1000-ൽ താഴെ വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് കേജ്രിവാളിനുള്ളത്. 143 കേജ്രിവാൾ വിജയിക്കുകയാണെങ്കിൽ പോലും കേജ്രിവാളിന്റെ ഭൂരിപക്ഷം നന്നേ കുറവായിരിക്കും. അതാണ് നിലവിലെ കണക്കുകൾ. കാരണം അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ലീഡ് ഏതായാലും 1000 വോട്ടിന് താഴെയാണ്. എന്നാലും തുടക്കത്തിലെ ആ ഒരു പേടിപ്പെടുത്തുന്ന ഒരു പിന്നോട്ട് പോക്കുണ്ടായിരുന്നുവല്ലോ അരവിന്ദ് കെജ്രിവാളിന്റെ. ആം ആദ്മി പാർട്ടിയുടെ നെഞ്ചെടുപ്പ് കൂട്ടുന്നതായിരുന്നു. പക്ഷേ അതിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെട്ടു വന്നിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ. ഇപ്പോൾ തൽക്കാലം 1000-ൽ താഴെ വോട്ടുകൾക്കാണെങ്കിൽ പോലും അരവിന്ദ് കെജ്രിവാൾ ലീഡ് ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും മനീഷ് സിസോദിയും ഇപ്പോഴും ലീഡ് ചെയ്യുകയാണ്. അതേസമയം കൽക്കാജി മണ്ഡലത്തിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല അല്ലേ? അതിഷ് ഇപ്പോഴും ആദ്യം മുതൽ പിന്നിലാണ്. ഇപ്പോഴും അതേ സാഹചര്യം തുടരുന്നതോടെ BJP സ്ഥാനാർത്ഥി മുന്നിലാണ് എന്നുള്ളതാണ് സാഹചര്യം. അങ്ങനെ അതിഷിയുടെ കാര്യത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഡൽഹി രാഷ്ട്രീയത്തിലും ആം ആദ്മി പാർട്ടി രാഷ്ട്രീയത്തിലും നിർണായകമാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് കണക്കുകളിലേക്കൊക്കെ വരികയാണെങ്കിൽ ഇപ്പോൾ മനീഷ് സിസോദിയ പുറകിലാണെന്ന് കൂടി ഇപ്പോൾ കണക്കുകൾ വരുന്നുണ്ട്. മനീഷ് സിസോദിയ പിന്നിലാണ് അല്ലേ? പക്ഷെ നമ്മുടെ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ നിന്നുള്ള അപ്ഡേറ്റ് അനുസരിച്ച് സിസോദിയ മുന്നിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റ് അനുസരിച്ച് അതിൽ പക്ഷേ റൗണ്ടുകളുടെ എണ്ണം കുറവാണ്. അതുകൊണ്ട് അതിനേക്കാൾ കൂടുതൽ വോട്ടെണ്ണൽ മുന്നോട്ട് പോയിരിക്കുകയാണ്. പക്ഷേ ഉറപ്പില്ല അല്ലെ? ജഗ്പുരയിൽ മനീഷ് സിസോദിയയുടെ വിജയം ഉറപ്പ് എന്ന് പറയാറായിട്ടില്ല. അവിടെ മറിയുന്നുണ്ട്. അതെ, പക്ഷേ അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ലീഡ് നില മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വോട്ടെണ്ണൽ കേന്ദ്രത്തിലെ വിവരം അങ്ങനെയാണ്. കൽക്കാജിയിൽ അതീഷിക്ക് ഇപ്പോഴും മുന്നിലെത്താൻ കഴിഞ്ഞിട്ടില്ല. അവിടെ BJP നേതാവ് ബദോരിയാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഇപ്പോഴും ഡൽഹിയിലും മോദി മാജിക് ആണോ എന്നുള്ളതാണ്. എന്തായാലും ഈ വിജയത്തിന് ശേഷം ഇന്ന് വൈകിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തീർച്ചയായിട്ടും BJP ആസ്ഥാനത്തെത്തി പ്രവർത്തകരോട് സംസാരിക്കും. അപ്പോൾ എന്താണ് ഡൽഹിയിലെ വിജയത്തിന് കാരണമെന്ന് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്യും. എന്താണ് അദ്ദേഹത്തിന് BJP പ്രവർത്തകരോടും നേതാക്കളോടും പറയാനുള്ളത് എന്നത് ആകാംക്ഷയുണ്ടാക്കുന്ന കാര്യമാണ്. BJP സംബന്ധിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അധികാരം നിലനിർത്താൻ കഴിഞ്ഞ് മൂന്നാം മോദി സർക്കാർ വന്നെങ്കിൽ പോലും അവരുടെ ഒരു പ്രതീക്ഷിച്ച നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നില്ലല്ലോ. 400 സീറ്റ് എന്ന് പറഞ്ഞ് 300 സീറ്റിന് താഴെ വരുന്ന സാഹചര്യം ഉണ്ടായി. മുന്നണിക്ക് പോലും 300 സീറ്റിലേക്ക് എത്തിയില്ല. പക്ഷേ അതിനുശേഷം നടന്ന എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും BJPയുടെ ഒരു വിജയം കണ്ടു. മഹാരാഷ്ട്രയിൽ തോൽക്കുമെന്ന പ്രവചനങ്ങളുണ്ടായി. അവിടെ അധികാരത്തിൽ വന്നു. ഹരിയാനയിൽ ഭരണവിരുദ്ധ വികാരം ശക്തമായിരുന്നു. അവിടെ അധികാരത്തിൽ വന്നപ്പോൾ ഡൽഹി കൂടി ഇപ്പോൾ പിടിക്കാൻ കഴിഞ്ഞാൽ സ്വാഭാവികമായും BJPയെ സംബന്ധിച്ച് രാഷ്ട്രീയ നേട്ടമാണ്. ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ്. പ്രത്യേകിച്ച് പാർലമെന്റ് സമ്മേളനമൊക്കെ നടക്കുന്നൊരു ഘട്ടം. അപ്പോൾ അത് BJPയെ സംബന്ധിച്ച് രാഷ്ട്രീയമായി വലിയ വിജയം തന്നെയാണ്. അതാണ് രാജ്യ തലസ്ഥാനത്ത് BJP 27 വർഷമായിട്ട് അധികാരത്തിൽ നിന്ന് വെളിയിലാണ് എന്നുള്ള കാര്യം BJPക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ ഇലക്ഷൻ എഞ്ചിനീയറിംഗിലെ വരുത്തിയ വലിയ മാറ്റങ്ങളുണ്ടല്ലോ അല്ലെ? സംഘടനാ തലത്തിൽ BJP ശക്തരാണ്. താഴെത്തട്ടിലുള്ള പ്രവർത്തകരും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നവരാണ്. അതിന് അപ്പുറമായിട്ട് എന്ത് സ്ട്രാറ്റജി ഇപ്പോൾ രാകേഷ് അവിടെ ഉണ്ടായിരുന്നല്ലോ, എന്തെല്ലാം പുതിയ സ്ട്രാറ്റജികൾ അവിടെ പയറ്റുകയുണ്ടായി. RSSന്റെ പിന്തുണ സ്വാഭാവികമായിട്ടും ഇത്തവണ ഉണ്ടായിരുന്നു.